بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله. قال تعالى إن قرآن الفجر كان مشهودا. ബഹുമാനികളെ, സൂറത്ത് ബനി ഇസ്രായേലിലെ 78-ാമത്തെ ആയത്താണിത്. ഈ ആയത്ത് 5 വഖ്ത് നമസ്കാരങ്ങളിൽ പ്രത്യേകമായിട്ടും സുബഹി നമസ്കാരത്തെ കുറിച്ച് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്ന ഒരു ആയത്താണിത്. സുബഹി നമസ്കരിക്കുന്നവന്റെ നമസ്കാരം പ്രത്യേകമായിട്ടും മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന നമസ്കാരമാണെന്നുള്ള ഖുർആന്റെ തെളിവ്. അതുപോലെ തന്നെ സുബഹി നമസ്കരിക്കുന്നവൻ അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവേ എൻ്റെ ഉമ്മത്തികൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ എന്നുള്ള ദുആ സുബഹി നമസ്കരിക്കുന്നവന്. മൂന്നാമത്തേത് അന്നത്തെ ദിവസം ഫീ ദിമ്മത്തില്ല എന്ന് പറയുന്ന അള്ളാഹുവിന്റെ രക്ഷയിലാണെന്ന് പറഞ്ഞു തന്ന നമസ്കാരം സുബഹി നമസ്കാരമാണ്. നാലാമത്തേത് ലൻ യലിജന്നാർ, സുബഹി നമസ്കരിച്ചവൻ അവന്റെ ശരീരം നരകത്തിൽ പ്രവേശിക്കില്ല എന്നുള്ള ഹദീസ്. അഞ്ചാമത്തേത് മൻസല്ലൽ ബർദൈനി ദഖലൽ ജന്ന, സുബഹി നമസ്കരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ള ഹദീസ്. ആറാമത്തേത് അന്നത്തെ ദിവസം അവന്റെ ആത്മാവ് പരിശുദ്ധമായ ആത്മാവായിരിക്കും എന്നുള്ള ഹദീസ്. ഏഴാമത്തെ ദിവസം അന്നത്തെ ദിവസം അവന്റെ ശരീരം ആരോഗ്യമുള്ള ശരീരമായിരിക്കും എന്നുള്ള ഹദീസ്. എട്ടാമത്തേത് ജമാഅത്തിനായിട്ടാണ് നടന്നു പോകുന്നതെങ്കിൽ ആ നടന്നു പോകുന്ന കാലുകൾ നാളെ ഖിയാമത്ത് നാളിൽ പ്രകാശിക്കും എന്നുള്ള ഹദീസ്. ഒമ്പതാമത്തേത് സുബഹി നമസ്കാരം ജമാഅത്തായിട്ടാണ് നമസ്കരിച്ചതെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച കൂലിയുണ്ട് എന്ന് പറഞ്ഞ ഹദീസ്. പത്താമത്തേത് രാത്രിയുള്ള മലക്കുകളും പകലുള്ള മലക്കുകളും ഒരുമിച്ച് കൂടുമ്പോൾ രണ്ടു കൂട്ടരും അള്ളാഹുവിനോട് സാക്ഷ്യം പറയുന്ന ഹദീസ്. ഇവയെല്ലാം സുബഹി നമസ്കാരത്തിന്റെ ഫളായിലിനെ കുറിച്ച് പറയുമ്പോൾ സുബഹി നമസ്കരിക്കാത്തവന്റെ ചെവിയിൽ ശൈത്താൻ മൂത്രമൊഴിച്ച ചെവിയാണെന്ന് പറഞ്ഞ ഹദീസ് അത് നമ്മളെ ഭയപ്പെടുത്തുന്നു. സുബഹി നമസ്കരിക്കാത്തവന്റെ അവന്റെ റൂഹ് ശൈത്താന്റെ റൂഹാണെന്ന് പറഞ്ഞത് അത് നമ്മളെ ഭയപ്പെടുത്തുന്നു. സുബഹി നമസ്കരിക്കാത്തവന്റെ ശരീരം അനാരോഗ്യമായ ശരീരമാണ് എന്ന് പറഞ്ഞത് നമ്മളെ ഭയപ്പെടുത്തുന്നു. ബഹുമാനികളെ, സുബഹി നമസ്കാരം ഒറ്റയ്ക്കെങ്കിലും നമസ്കരിച്ച് ആ സുബഹി കളയാതെ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖിനെ തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.